ഹായ് കുട്ടീസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി ഒരു 12 മണിക്ക് ആവാറായപ്പോൾ നമ്മൾ പുത്തമ്പള്ളിയുടെ ഇടയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പുത്തമ്പള്ളി കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നില്ല ഞാൻ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, അതിനൊരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നടന്നു പോകുമ്പോൾ ഉണ്ണികളൊക്കെ സൈഡിലുള്ള ടോയ് വേണമെന്നുണ്ടോ സൈഡിലേക്ക് നോക്കി. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ, അവർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ എന്തോ പടക്കമൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു, എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അതേ ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് പള്ളി കാണാനായിട്ട്. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, അപ്പോൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതേ സൈഡിലൊക്കെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്യാമറ നോക്കി ഞാൻ കുറേ ഷോ ഒക്കെ ചെയ്തു കേട്ടോ. അല്ല ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു, അപ്പോഴാണ് സൈഡിൽ കൂടെ എന്തോ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കുറേ പേര് നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ. അപ്പോൾ സൈഡിലുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിക്ക് കൊണ്ടുവയ്ക്കണ ഒരു ഇതാണെന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ഞങ്ങൾ ഇതുവരെ കാണാത്തൊരു കാര്യമില്ലേ, അപ്പോൾ ഞാൻ ഫ്രണ്ടിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രണ്ടിൽ അത് അവരുടെ കൂടെ ഒന്ന് ഞാനും ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, എന്താ വെച്ചാൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴല്ല വരിക, അവിടെ ഫ്രണ്ടിലെന്തോ പൂജ പോലെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു യേശുവിനെ കൊണ്ടുവരാനായിട്ട് മുമ്പ്. അപ്പോൾ എല്ലാവരും അത് കാണാനായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് തന്നെ പോയിട്ടോ. ഇതാണ് കേട്ടോ അപ്പോൾ പുൽക്കൂട്. അപ്പോൾ അതിന് തൊട്ട് സൈഡിലായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഉണ്ണിയേശുവിനെയും കൊണ്ടിട്ട് അവരെന്തോ ഇതിന് ചുറ്റും വലം വെക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാക്കിയ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. പ്രത്യേക ഒരു ആംബിയൻസ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല രസമായില്ലേ ഇവർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തന്നെ പ്രത്യേകമായിട്ട്. പിന്നെ എല്ലാവരും പ്രാർത്ഥനയിൽ നിൽക്കുകയാണല്ലോ, അപ്പോൾ പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയത്. എല്ലാവരും അവിടെ പ്രാർത്ഥിച്ച് നിൽക്കുന്നിടത്ത് ഞങ്ങളിതെല്ലാം കണ്ടു നിന്നു കേട്ടോ. നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ. അവിടെ സ്ഥലമൊക്കെ ഉണ്ടാക്കുകയാണോ എല്ലാവർക്കും പോകാനായിട്ട്. ഞങ്ങൾ കുറച്ച് ഗ്യാപ്പൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പോവാമല്ലോ, അപ്പോൾ എല്ലാവരും ഒതുക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഉണ്ണീശുവിനെ പുൽക്കൂട്ടിക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കൊണ്ടുവരുന്ന കാണാനും. എല്ലാവരും നമ്മൾ പ്രാർത്ഥനയിലായിരുന്നു, ഒരു സോങ്ങൊക്കെ പാടിയിട്ട്. ഉണ്ണീശുവിൻ്റെ പുൽക്കൂടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവരും പുൽക്കൂട്ടിക്ക് വെക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് അവർ തിരിച്ചു പോവും. ബാക്കിയുള്ളവർ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ പുൽക്കൂടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എത്തിയിട്ട് പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി ഞങ്ങൾക്ക്. ഇതേ പുൽക്കൂടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ പുൽക്കൂടൊക്കെ കുറച്ച് നേരം കാണാൻ നിന്നു. അതൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ നല്ല വെറൈറ്റി. അതിനുശേഷം ഈ സൈഡിലായിട്ട് കുറച്ച് പുൽക്കൂടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ മത്സരം പോലെയാണ് എനിക്ക് തോന്നിയത്. കുറേ നമ്പേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്, കുറേ ടീമിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. എല്ലാം നല്ല വെറൈറ്റി രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് പിന്നെ സൈഡിലത് ഒരു സ്നോമാനാണ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്ക് അത് കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സൈഡിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ കുറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു ആ ഫോട്ടോ കേട്ടോ. പിന്നെ വേറെയും കുറേ പേര് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇവിടെ എല്ലാം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഉള്ളിൽ കുർബാന നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ജസ്റ്റ് പോയി ഉള്ളിൽ കയറിയിട്ട് കുറച്ച് നേരം കേട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത വീഡിയോ ആണത്. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ കേട്ടിരുന്നിട്ട് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അവിടെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ടുണ്ടാവുള്ളൂ കേട്ടോ. കുറേ നേരം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഒരു 15 മിനിറ്റോളം അത് കേട്ടിരുന്നു. എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പള്ളിയുടെ ഉള്ളിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങളുടെ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്, കുറേ സ്റ്റാർസും പിന്നെ ലൈറ്റിൻ്റെ കുറേ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സൈഡിലുണ്ടായിരുന്ന ഡെക്കറേഷൻസ് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതിനുശേഷം ഈ സൈഡിലായിട്ട് രൂപക്കോട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ. അവിടെയും നല്ല ഭംഗിയുണ്ട് ലൈറ്റൊക്കെ വെച്ചിട്ടുള്ളത് കാണാൻ. ഈ വീഡിയോയിലുള്ള പോലെ അല്ലായിരുന്നു, നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു കേട്ടോ.
ഉണ്ണിയും അങ്ങനെ പിന്നെ ഞങ്ങളിത് ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ. പിന്നെ ഞങ്ങളിത് പുറത്തിറങ്ങിയിട്ട് റോഡിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഗീതാമ്മേനെയും മകനെയും കാണാൻ പറ്റി. അപ്പോൾ കുറേ പേര് അവർ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. നല്ല സ്നേഹമുള്ളതായിരുന്നു കേട്ടോ അവർക്ക്. അതേ അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ റൗണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ റൗണ്ടിന് ചുറ്റും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് മുകളിലൊക്കെ നിറച്ച് മാല ബൾബും അതും കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടൈം ഒരു മണി 1:30 ആയിട്ടും കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെയൊക്കെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.